ഏവർക്കും PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സിലെ പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് മെത്തേഡുകളെ കുറിച്ചാണ്. വളരെ എളുപ്പം എങ്ങനെ പ്രോബ്ലം നമുക്ക് ചെയ്യാം, PSC പരീക്ഷയ്ക്ക് എങ്ങനെ നമുക്ക് സമയം ലാഭിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ പ്രത്യേകത. എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 1 plus 1/2 into 1 plus 1/3 into 1 plus 1/4 into etc. 1 plus 1/49 വില എത്ര? ക്വസ്റ്റ്യൻ ഇതാണ്. ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. 1 plus 1/2, അടുത്തത് 1/3, 1/4, 1/49. ഇതിന്റെ പ്രോഡക്റ്റ് കാണുക. ഇതിന്റെ ഗുണനഫലം എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാം. ഈ പാറ്റേണിൽ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ലാസ്റ്റ് നമ്പർ ഏതെന്ന് നോക്കണം. ഇവിടെ എത്രയാണ്? 1/49. അവസാനത്തെ നമ്പർ എടുക്കുക. 1/49. ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കുക. ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ 49. അംശം 1 ഛേദം 49. എങ്കിൽ ഇതിന്റെ ഗുണനഫലം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അംശവും ഛേദവും തമ്മിൽ കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക, ഉത്തരം റെഡി. എന്താണ് കൂട്ടുകാരെ? ഒന്നും കൂടെ ഓർക്കുക. അംശവും ഛേദവും എടുക്കുക, അവയുടെ തുക കാണുക, കിട്ടുന്ന ആൻസറിന്റെ പകുതി എടുത്താൽ മതി, ആൻസർ ആയി കഴിഞ്ഞു. നോക്കുക, അവിടെ 1 ഉം 49, 1 plus 49, രണ്ടിന്റെ തുക എടുക്കുക, അതിന്റെ പകുതി. ആൻസർ 50/2 ഈക്വൽ ടു 25 ആണ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. 1 plus 1/2 into 1 plus 1/3 into 1 plus 1/4 into etc. 1 plus 1/49. ഇത്രയും സംഖ്യകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ ഈസിയാണ്. എന്ത് ചെയ്യുക? അവസാനത്തെ സംഖ്യ എഴുതുക, അതിന്റെ അംശവും ഛേദവും തമ്മിൽ കൂട്ടുക, അതിന്റെ പകുതി എടുത്താൽ ഉത്തരമായി കഴിയും. അംശം എത്രയാണ്? 1, ഛേദം 49. 1 plus 49/2 equal to 50/2 equal to 25 is the final answer. Okay, നമുക്ക് ഇതേ ടൈപ്പിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം ഞാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. 1 plus 1/2 into 1 plus 1/3 into 1 plus 1/4 into etc. 1 plus 1/99. ആൻസർ പറയാൻ പറ്റുമോ? എന്ത് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യുക? അവസാനത്തെ നമ്പർ ഏതാണോ അത് എടുക്കുക. അവസാനത്തെ നമ്പർ ഏതാണ് ഇവിടെ? 1/99. അതിന്റെ അംശവും ഛേദവും തമ്മിൽ കൂട്ടുക, കിട്ടുന്ന ഉത്തരത്തിന്റെ പകുതി എടുക്കുക, ആൻസർ ആയി. നോക്കുക, ഇവിടെ 1 ഉം 1/99 ആണ്. അംശവും ഛേദവും കൂടെ കൂട്ടുമ്പോൾ 1/99, 1 plus 99 ഡിവൈഡഡ് ബൈ ആ കിട്ടുന്ന ഉത്തരത്തിന്റെ പകുതി എടുക്കുക, 2 ഈക്വൽ ടു എത്ര വരും? 100/2. ആൻസർ ഈസ് 50. 50 ഈസ് അവർ ഫൈനൽ ആൻസർ. വളരെ എളുപ്പത്തിൽ ചെയ്യാം. അല്ലാതെ ഇത് LCM ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ 10-20 മിനിറ്റ് എടുക്കും ഈ പ്രോബ്ലം ചെയ്യാൻ. ഇത് വളരെ സിമ്പിൾ ആണ്. ടെക്നിക്ക് ഞാൻ ഒന്നുകൂടി പറയാം. അവസാനത്തെ സംഖ്യ എടുക്കുക, അതിന്റെ അംശവും ഛേദവും തമ്മിൽ കൂട്ടുക, അതിന്റെ പകുതി, ഉത്തരം റെഡി. ഓക്കെ, 1/49 ആയപ്പോൾ 50/2, ആൻസർ 25. അടുത്തത് 1/99 ആയപ്പോൾ 100/2 ഈക്വൽ ടു 50. ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ തരാം. നോക്കുക, ഒരു ക്വസ്റ്റ്യൻ കൂടി. ക്വസ്റ്റ്യൻ ഇതാണ്. 1 plus 1/2 into 1 plus 1/3 into etc. 1 plus 1/67. ആൻസർ എത്ര വരും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. അവസാനത്തെ നമ്പർ ഏതാണ്? 1/67. അംശവും ഛേദവും തമ്മിൽ കൂട്ടുക, 1 plus 67/2. ആൻസർ എത്ര വന്നു? 68/2. ആൻസർ ഈസ് 34. ഫൈനൽ ആൻസർ ഈസ് റെഡി. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് സംഖ്യകളുടെ തുക
18 വ്യത്യാസം 12 ആയാൽ വലിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ ഏത്? അല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, രണ്ട് സംഖ്യകളുടെ തുക 18 വ്യത്യാസം 12 ആയാൽ സംഖ്യകൾ ഏത്? രണ്ട് രീതിയിൽ PSC ഈ ക്വസ്റ്റ്യൻ വരാം. ഒന്നാമത്തത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കാം. രണ്ട് സംഖ്യകളുടെ തുക എത്രയെന്ന് വന്നിട്ടുണ്ട് കൂട്ടുകാരെ? 18. അടുത്തത് വ്യത്യാസം എത്രയാണ്? 12. രണ്ട് സംഖ്യകളുടെ തുക 18 വ്യത്യാസം 12 ആയാൽ വലിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. വലിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളും തമ്മിൽ കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക, വലിയ സംഖ്യ ആയിക്കഴിഞ്ഞു. അതായത് നോക്കുക, വലിയ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? വലിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് തുകയും വ്യത്യാസവും തമ്മിൽ കൂട്ടുക, അതിന്റെ പകുതിയായിരിക്കും വലിയ സംഖ്യ. അതായത് ഇവിടെ തുക 18 വ്യത്യാസം 12, ഇവ തമ്മിൽ കൂട്ടുക. 18 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും വലിയ സംഖ്യ. അതായത് ഇവിടെ എത്ര വരും? 18 പ്ലസ് 12 30, 30 ബൈ 2 ഈക്വൽ ടു 15. എന്ത് കിട്ടിക്കഴിഞ്ഞു? ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കിട്ടി, വലിയ സംഖ്യ കിട്ടി. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. രണ്ട് സംഖ്യകളുടെ തുക 18 വ്യത്യാസം 12 ആയാൽ വലിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ ഏത്? ആൻസർ വളരെ സിമ്പിൾ ആണ്. വലിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? തുകയും വ്യത്യാസവും തമ്മിൽ കൂട്ടിയതിനു ശേഷം അതിന്റെ പകുതി എടുത്താൽ എന്തായി കഴിഞ്ഞു? വലിയ സംഖ്യ ആയി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് നമുക്ക് വേണ്ടത്? ചെറിയ സംഖ്യ. ചെറിയ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇവിടെ തുകയാണ് എടുത്തത്. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് വ്യത്യാസം എടുക്കുക. അതായത് പ്ലസ് മാറി മൈനസ് ആയാൽ മാത്രം മതി. സ്റ്റെപ്പ് എല്ലാം പഴയതുപോലെ തന്നെയാണ്. എന്ത് ചെയ്യുക? 18 മൈനസ് 12 ബൈ 2. ഇവ തുകയുടെയും വ്യത്യാസത്തിന്റെയും ഡിഫറൻസ് എടുക്കുക. ഇവിടെ സം എടുത്തെങ്കിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് ഡിഫറൻസ് എടുക്കുക ബൈ 2. അതായത് എത്ര വരും? 18 മൈനസ് 12 6 ബൈ 2 ഈക്വൽ ടു 3. ഓക്കെ, ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന തുകയും വ്യത്യാസത്തിന്റെയും സം എടുക്കുക, ഡിവൈഡഡ് ബൈ 2 വലിയ സംഖ്യ ആയി കഴിഞ്ഞു. ചെറിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന സംഖ്യകളുടെ തുകയും വ്യത്യാസത്തിന്റെയും ഡിഫറൻസ് എടുക്കുക ബൈ 2. ആൻസർ ആയി കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരാം. നോക്കുക, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. രണ്ട് സംഖ്യകളുടെ തുക 125 വ്യത്യാസം 15 ആയാൽ വലിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ ഏത്? ഓക്കെ, ക്വസ്റ്റ്യൻ വൺസ് മോർ. രണ്ട് സംഖ്യകളുടെ സം ഈസ് 125 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 15. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്തു നോക്കാം. പഴയതുപോലെ തന്നെയാണ്. ഇതാ അവിടെ ശ്രദ്ധിക്കുക. രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് 125. അവയുടെ വ്യത്യാസം 15. രണ്ട് സംഖ്യകൾ നമുക്ക് അറിയില്ല ഏതാണെന്ന്. രണ്ട് സംഖ്യകളുണ്ട്, അവയുടെ തുക 125, അവയുടെ വ്യത്യാസം 15 ആയാൽ വലിയ സംഖ്യ ഏത്? എങ്ങനെ കണ്ടുപിടിക്കാൻ കൂട്ടുകാരെ? വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, തുക എടുക്കുക ബൈ 2. ആൻസർ റെഡി. 125 പ്ലസ് 15 ബൈ 2. ആൻസർ ഈസ് 125 പ്ലസ് 15 എത്ര വരും? 140 വരും. 140 ബൈ 2. ആൻസർ ഈസ് 70. വലിയ സംഖ്യ കിട്ടിക്കഴിഞ്ഞു. എത്ര കിട്ടി? 70 കിട്ടിക്കഴിഞ്ഞു. അടുത്തതായി എന്ത് ചെയ്യുക? ചെറിയ സംഖ്യ. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 125 മൈനസ് 15 ബൈ 2. രണ്ട് സംഖ്യകളുടെ എന്തെടുക്കുക? വ്യത്യാസം എടുത്തതിന് ശേഷം 2 കൊണ്ട് ഹരിക്കുക. ആൻസർ എത്ര വന്നു? 110 ബൈ 2 സമം 55. ചെറിയ സംഖ്യ എത്ര വന്നു? 55. വലിയ സംഖ്യ 70, ചെറിയ സംഖ്യ 55. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒന്നുകൂടി ചോദിക്കാം, എങ്കിൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ഈ 70 into 55 ചെയ്താൽ മതി. ഓക്കെ, ഐഡിയ ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ടൈപ്പും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്
കലണ്ടറുമായി ബന്ധപ്പെട്ടതാണ്. കലണ്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അടുത്തതായി നാം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 2010 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ അതേ വർഷം ക്രിസ്മസ് ഏതാഴ്ചയാണ്? ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ എഴുതാം. 2010 ജനുവരി 1 വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ ആണ്. വെള്ളിയാഴ്ചയാണെങ്കിൽ 2010 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ അതേ വർഷം, അതായത് 2010 ക്രിസ്മസ് ഏത് ദിവസമാണ്? ക്രിസ്മസ് ആകുമ്പോൾ നമുക്കറിയാം 2010 ഡിസംബർ 25 ഏത് ദിവസമാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2010 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2010 ഡിസംബർ 25, അതായത് 2010 ക്രിസ്മസ് എന്നായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് വർഷം നോക്കുക. ഏത് വർഷമാണെന്ന് നോക്കുക. ഇവിടെ ഏത് വർഷമാണ്? 2010. വർഷം ഒരു സാധാരണ വർഷമാണോ അതിവർഷമാണോ അഥവാ ലീപ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്താണ് അതിവർഷം അഥവാ ലീപ് ഇയർ? അതിവർഷം എന്നാൽ അഥവാ ലീപ് ഇയർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കിട്ടുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 0 ആണെങ്കിൽ അത് അതിവർഷമായിരിക്കും. അതായത് കിട്ടുന്ന ഇയറിനെ ഡിവൈഡഡ് ബൈ 4. ഇഫ് ദ റിമൈൻഡർ ഈസ് 0 then it is a leap year. ഓക്കെ, റിമൈൻഡർ 0 ആണെങ്കിൽ, അതായത് 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ വർഷം എന്താണ്? അതിവർഷം. അല്ലാത്തതെല്ലാം എന്താണ്? സാധാരണ വർഷങ്ങളാണ്. ഇവിടെ 2010 ഒരു സാധാരണ വർഷമാണ്. നമ്മൾ ഓർക്കേണ്ട ഒരേ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. സാധാരണ വർഷത്തിൽ ഓർക്കുക, എല്ലാവരും ഓർക്കുക, സാധാരണ വർഷത്തിൽ ജനുവരി 1 ഡിസംബർ 31 രണ്ടും ഒരേ ദിവസമായിരിക്കും. എന്താണ്? സാധാരണ വർഷത്തിൽ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയാം. 2013 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2013 ഡിസംബർ 31 തിങ്കളാഴ്ച തന്നെ ആയിരിക്കും. നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇതാ 2010 ജനുവരി 1 വെള്ളിയാഴ്ച. ഇവിടെ ഓർക്കുക, 2010 ജനുവരി 1 ഇവിടെ ഏത് ദിവസമാണ് വന്നിരിക്കുന്നത്? വെള്ളിയാഴ്ചയാണ് വന്നിരിക്കുന്നത്, ഫ്രൈഡേ ആണ് വന്നിരിക്കുന്നത്. എങ്കിൽ നമുക്കറിയാം 2010 സാധാരണ വർഷമായതിനാൽ ഡിസംബർ 31 എന്ത് തന്നെ ആയിരിക്കും? ഫ്രൈഡേ തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ, ജനുവരി 1 ഫ്രൈഡേ ആണെങ്കിൽ ഡിസംബർ 31 സാധാരണ വർഷത്തിൽ എന്ത് തന്നെ ആയിരിക്കും? വെള്ളിയാഴ്ച തന്നെ ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? 2010 ഡിസംബർ 25 ഏത് ദിവസം എന്നാണ്? 2010 ഡിസംബർ 25. ഇനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ബാക്കിലോട്ട് എടുക്കുക. എങ്ങനെ എടുക്കുക? ഡിസംബർ 31 വെള്ളി, ഡിസംബർ 30 വ്യാഴം, അടുത്തത് ബുധൻ, അങ്ങനെ അങ്ങനെ വന്ന് ഡിസംബർ 25 ആകുമ്പോൾ ഏത് ദിവസമായിരിക്കും? ഡിസംബർ 25. ഇതൊന്ന് എഴുതി നോക്കിയാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. എന്നാണ്? ശനിയാഴ്ചയായിരിക്കും. ഓക്കെ, ഡിസംബർ 31 ഫ്രൈഡേ ആണെങ്കിൽ ബാക്കിലോട്ട് എണ്ണുക. ഫ്രൈഡേ, അത് കഴിഞ്ഞ് ഡിസംബർ 30 വ്യാഴം, ഡിസംബർ 29 ബുധൻ, അങ്ങനെ എങ്ങനെ എഴുതുക? ഡിസംബർ 25 ഏത് ദിവസമായിരിക്കും? നമുക്ക് ഈസി ആയിട്ട് കിട്ടും, ശനിയാഴ്ചയായിരിക്കും. ഓർക്കുക, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. സാധാരണ വർഷത്തിൽ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായിരിക്കും. സാധാരണ വർഷത്തിൽ. ലീപ് ഇയറിൽ ഇങ്ങനെ പറ്റില്ല. സാധാരണ വർഷത്തിൽ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായി. കലണ്ടറുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 2013 ജനുവരി 1 2013 ജനുവരി 1 ബുധനാഴ്ചയാണ്. 2013 ജനുവരി 1 ബുധനാഴ്ചയായാൽ 2014 ജനുവരി 3 ഏത് ദിവസമായിരിക്കും? ക്വസ്റ്റ്യൻ ഇതാണ്, ഐ റിപ്പീറ്റ്. 2013 ജനുവരി 1 ബുധനാഴ്ചയായാൽ
2014 ജനുവരി 3 ഏത് ദിവസമായി? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? വർഷത്തിലേക്ക് നോക്കുക. വർഷം ഏതാണ്? 2013. എന്താണ്? സാധാരണ വർഷമാണോ ലീപ് ഇയർ ആണോ? ഇതൊരു സാധാരണ വർഷമാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ടീഷൻ എന്താണ്? ഒരു സാധാരണ വർഷത്തിൽ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായിരിക്കും. ഇവിടെ നോക്കുക, ജനുവരി 1 എത്ര? ബുധൻ. ജനുവരി 1 ബുധൻ 2013. എങ്കിൽ നമുക്ക് എന്തെഴുതാം? 2013 ഡിസംബർ 31 ഏതാഴ്ച തന്നെയാണ്? ബുധൻ തന്നെയാണ്. 2013 ഡിസംബർ 31 ഏതാഴ്ച? ബുധൻ. ഇനി അടുത്ത ഏതെഴുതാം നമുക്ക്? 2014 ജനുവരി 1 ഏത് വരും? ബുധന്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക. എത്ര വന്ന്? വ്യാഴം. എങ്കിൽ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? ജനുവരി 3 എന്നാണ്. അടുത്തത് നമുക്ക് ജനുവരി 2 എഴുതാം, പിന്നെ ജനുവരി 3. ഓർഡറിൽ വരുമ്പോ എന്ത് വരും? വ്യാഴം, അടുത്തത് വെള്ളി, അടുത്തത് എന്ത് വരും? ശനി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ. ജനുവരി ഓക്കെ. ഡിസംബർ 31 എന്ത് വന്നു? ബുധൻ വന്നു. എങ്കിൽ എന്ത് വരും? ജനുവരി 1 വ്യാഴമായിരിക്കും, ജനുവരി 2 വെള്ളിയായിരിക്കും, അടുത്തത് ജനുവരി 3 ശനി. ഉത്തരം എത്രയാണ്? ശനിയാണ് നമ്മുടെ ഉത്തരം. ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇതിൽ ഓർമ്മിക്കേണ്ട ഒരേ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. സാധാരണ വർഷത്തിൽ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായിരിക്കും. ഓർക്കുക, ജനുവരി 1 ബുധൻ, ജനുവരി 1 ബുധൻ, ഡിസംബർ 31 ഇത് രണ്ടും ഒരേ ദിവസമായിരിക്കും, ബുധൻ തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത ദിവസമാണ് ജനുവരി 1. ഡിസംബർ 31 കഴിഞ്ഞ് അടുത്തത് ജനുവരി 1. ബുധൻ കഴിഞ്ഞ ഏത് വരും? വ്യാഴം. ജനുവരി 2 വെള്ളി, ജനുവരി 3 ശനിയായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ടൈപ്പ് എങ്ങനെ ഈസിയായി ചെയ്യാമെന്നത് നോക്കാം. അടുത്തത് ലോ ഓഫ് എക്സ്പോണൻസ് അഥവാ കൃത്യംഗ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കൃത്യംഗ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയാൻ ഞാൻ 2⁴9 2⁴49 ഇരട്ടി എത്രയാണ്? ഫൈൻഡ് ദി ഡബിൾ ഓഫ് 2⁴9. 2⁴49 ഇരട്ടി എത്രയാണ്? ഇത്തരം ക്വസ്റ്റ്യനുകൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം, തെറ്റിക്കരുത്. 2⁴49 ഇരട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇരട്ടി എന്നാൽ 2 കൊണ്ട് ഗുണിക്കണം. ഇത്തരം ക്വസ്റ്റ്യനുകൾ കണ്ടാൽ കണ്ണു അടച്ച് നമുക്ക് എഴുതാം. മുകളിലുള്ള പവർ നോക്കുക, എത്രയാണ് ഇവിടെ? 49 ആണെങ്കിൽ ഇരട്ടി കണ്ടുപിടിക്കാനായിട്ട് ഒന്നുമില്ല, ഈ മുകളിലുള്ള പവറിന്റെ കൂടെ 1 കൂട്ടുക. അതായത് നമ്മുടെ ഇവിടത്തെ ആൻസർ എത്ര വരും? 2⁻50. തീർന്നു, ഉത്തരമായി കഴിഞ്ഞു. എന്താണ്? 2ലാണ് വരുന്നതെങ്കിൽ 2ന്റെ പവറിന്റെ കൂടെ 1 കൂട്ടിയാൽ ഇരട്ടിയായി കഴിഞ്ഞു. ഇവിടെ 2⁴49 ആണെങ്കിൽ 2⁴49 ഇരട്ടി എത്രയാണ്? ക്വസ്റ്റ്യൻ ആൻസർ എത്രയേ ഉള്ളൂ? 2⁴49 + 1 2⁻50. ഇത് വരുന്നതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. 2⁻49 ഇരട്ടി കാണുക എന്ന് വെച്ചാൽ 2 × 2⁻49. അതായത് 2 ബീറ്റ്സ് 2⁻1 എങ്കിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ലോ ഉണ്ട്. a⁻m × a⁻n = a⁻m + n. ഇവിടെ എന്ത് വരും? 2⁻1 × 2⁻49 2⁻1 + 49. ആൻസർ 2⁻50. വെരി ഈസി. ഓർക്കുക, 2⁻2 ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിന്റെ ഇരട്ടി കാണാൻ ഒരു പാടുമില്ല. എന്ത് ചെയ്യുക? പവറിന്റെ കൂടെ 1 കൂട്ടുക. 2-3 എക്സാമ്പിളുകൾ ഞാൻ തരാം, നോക്കുക. ഇരട്ടി കാണാനായി 2⁻299 ഇരട്ടി എത്ര? ഉത്തരം ആൻസർ എത്ര ആയിരിക്കും? പവറിന്റെ കൂടെ 1 കൂട്ടുക. ആൻസർ 2⁻300. അടുത്തതായി 2⁻177 ഇരട്ടി എത്ര? ആൻസർ എത്ര ആയിരിക്കും?
പവറിന്റെ കൂടെ 1 കൂട്ടുക 2⁻178. അടുത്തതായി 2⁻8ന്റെ ഇരട്ടി എത്ര? ഇവിടെ ശ്രദ്ധിക്കുക, മൈനസ് ആണ് വന്നിരിക്കുന്നത്. 2⁻8ന്റെ ഇരട്ടി എത്ര വരും? 2⁻8 പ്ലസ് 1. ആൻസർ ഈസ് 2⁻7. ആൻസർ എത്ര വന്നു? 2⁻7 വന്നു. ഓർത്തിരിക്കുക. ഇനി ഇതേ മോഡലിൽ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ പകുതി 2ൽ തന്നെ തുടങ്ങുന്നത്. ഇതിനെ നമുക്ക് ജനറൽ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഞാൻ ഇതൊരു ജനറൽ ഇക്വേഷൻ ആക്കി പറഞ്ഞുതരാം. 2⁻x-ന്റെ ഇരട്ടി എപ്പോഴും എന്തായിരിക്കും? 2⁻x+1 ആയിരിക്കും. ഇത് ഓർത്തു വെക്കുക. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ പഠിച്ച കോഡ്, അതായത് ഷോർട്ട് കട്ട്. 2⁻x-ന്റെ ഇരട്ടി എപ്പോഴും എന്തായിരിക്കും? 2⁻x+1 ആയിരിക്കും. ഇനി ഒരു ഇക്വേഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം. 2⁻y-യുടെ പകുതി, ഇവിടെ ഇരട്ടിയാണെങ്കിൽ ഇവിടെ എത്രയാണ്? പകുതി. 2⁻y-യുടെ പകുതി എപ്പോഴും 2⁻y-1 ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു തരാം. 2⁻y-യുടെ പകുതി എന്തായിരിക്കും? 2⁻y-1 ആയിരിക്കും. എക്സാമ്പിൾ നോക്കുക. 2⁻41ന്റെ പകുതി എത്ര? ക്വസ്റ്റ്യൻ ഇതാണ്. 2⁻41ന്റെ പകുതി എത്ര? ആൻസർ എത്രയാണ്? y ആണെങ്കിൽ y-1. 2⁻41 ആകുമ്പോ എന്ത് വരും? 2⁻40 വരും. ആൻസർ 2⁻40 ആയി. അപ്പോൾ ഓർക്കുക, ഇരട്ടിയാണെങ്കിൽ പവറിന്റെ കൂടെ 1 കൂട്ടുക. പകുതിയാണ് കാണാനുണ്ടെങ്കിൽ പവറിൽ നിന്ന് 1 കുറയ്ക്കുക. ഓക്കെ, 2 ഷോർട്ട് കട്ടുകളാണ്. 2⁻41ന്റെ പകുതി 2⁻4. അത് ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. 2⁻301ന്റെ പകുതി എത്ര? ഹാഫ് എത്ര? ഹാഫ് ആണ് കണ്ടുപിടിക്കുക. 2⁻301. ആൻസർ എത്രയായിരിക്കും? 2⁻300 ആയിരിക്കും. 1 കുറച്ചാൽ മതി. ഇരട്ടി കാണാനായിട്ട് പവറിന്റെ കൂടെ 1 കൂട്ടുക. പകുതി കാണാനായിട്ട് പവറിൽ നിന്ന് 1 കുറയ്ക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി തരാം. ലോ ഓഫ് എക്സ്പോണൻസുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഓർത്തിരിക്കുക ഈ പോയിന്റുകൾ. അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. 8⁻m = 32 ആയാൽ എമ്മിന്റെ വില എത്ര? എമ്മിന്റെ വില എത്ര? ക്വസ്റ്റ്യൻ ഇതാണ്. 8⁻m = 32 ആയാൽ എമ്മിന്റെ വില എത്ര? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലോ ഓഫ് എക്സ്പോണൻസ് ആണ്. നമുക്കറിയാം 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 8. അതായത് 2 × 2 × 2, അതായത് 2⁻3 ആണ് 8. നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 8⁻m പകരം എന്തെന്ന് എഴുതാം? 2³ അടുത്ത ഏതാണ്? 32. 32നെ നമുക്ക് 2⁵ എന്ന് എഴുതാം. 2നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32 കിട്ടും. അതായത് 32നെ നമുക്ക് എന്തെന്ന് എഴുതാം? 2⁵. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോ ഓഫ് എക്സ്പോണൻസ് ഇതാണ്. a⁻m എപ്പോഴും എന്തായിരിക്കും? a⁻m × n ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? 2⁵m എന്ത് വരും? 2⁵ m ആയിരിക്കും. =2⁵. ഇനി അടുത്ത ലോ a⁻m = a⁻n ആയാൽ നമുക്കറിയാം m = എത്രയായിരിക്കും? n ആയിരിക്കും. അതായത് ഇവിടെ രണ്ടും ഒരേ ബേസ് 2 വരികയാണെങ്കിൽ അതിന്റെ പവറുകൾ തുല്യമായിരിക്കും. അപ്പൊ എന്താ എഴുതാം? 3 × m = 5. ഇതിന്റെ രണ്ടിന്റെ പവർ സെയിം ആയിരിക്കും. 3 × m = 5 ആയാൽ m = എത്രയായിരിക്കും? 5/3. എമ്മിന്റെ വില എത്രയാണ് കൂട്ടുകാരെ? എത്രയാണ്? 5/3 ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ മോർ എഡ്യൂക്കേഷണൽ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ദിസ് ഈസ് യുവർ രമേഷ് signing out.